നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന നിധി ആകെപ്പാടെ ടെൻഷനായിപ്പോയി. കാരണം സുധീഷിനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. അതും അച്ഛന്. ദൈവമേ, എന്ത് ചെയ്യണം? സുധീഷ് ഇവിടെ കിടന്നിട്ടുണ്ടോ? എങ്ങനെ ശരിയാവുന്നേ? സുധീഷ് ഭയങ്കര സന്തോഷത്തില് നിലത്ത് ഇങ്ങനെ കിടക്കുവാണ്. ഹൗ, അങ്ങനെ മുറിയിൽ കയറി പറ്റി എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു സുധീഷിന്റെ മനസ്സില്. പക്ഷെങ്കില് അപ്പോഴേക്കും സുഭാഷ് എന്ന് കഥയെ മുട്ടി. സുധീഷ് വന്ന് കഥ തുറന്നു. എടാ, പായും തലവണയൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വാടാ പുറത്തേക്കെന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ സുധീഷേട്ട അച്ഛനൊക്കെ പോയി. അച്ഛന്റെ പേര് പറഞ്ഞ് നീ മുറിയിൽ കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിധിക്ക് ശരിക്കും ശ്വാസം നേരെ വീണേ. നിധി പറഞ്ഞു, താങ്ക്സ് സുഭാഷ് ഏട്ടാന്ന് പറയണം. ഇങ്ങനെ സുധീഷ് സുഭാഷിനെ ദയനീയമായിട്ടൊന്ന് നോക്കി. കിട്ടിയ ചാൻസ് ഏട്ടൻ കളഞ്ഞു കുളിച്ചു എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. ഓ, ഈ പേരും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ കടന്നുകൂടായിരുന്നു. അങ്ങനെ ഒടുവിൽ നാണം കെട്ട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വന്നു. സുധീഷ് അങ്ങനെ സുഭാഷിനോടൊക്കെ ഒപ്പം കിടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് കണ്ടപ്പോൾ ഹരീഷ് ചോദിച്ചു, എന്ത് പരിപാടി ഏട്ടാ കാണിക്കണേന്ന് ചോദിച്ചു. എന്താടാ? അല്ല, അച്ഛൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ, ന്യായമല്ലേ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? സുധീഷും അതുപോലെ തന്നെ നിധിയെടുത്ത് ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്, ഒരു മുറിയിലല്ലേ കിടക്കണ്ടേ? അതിന് പകരം ഇതെന്തിനാ ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കണേ? എടാ, ഇപ്പൊ അവർ ഒരുമിച്ച് കിടക്കുന്നില്ല, നീ കടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതെവിടുത്തെ ന്യായമാ സുഭാഷ് ഏട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൂടെ ഇവൻ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ? സുഭാഷ് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ ചിന്തിക്കേണ്ട. അതെ, ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എടാ, നിന്നോട് മിണ്ടായിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇവനല്ലേ പറഞ്ഞത്, സുധീഷല്ലേ പറഞ്ഞത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവനൊരു ദാമ്പത്യ ജീവിതമൊക്കെ മതിയെന്ന്. അപ്പൊ പിന്നെ അവൻ അങ്ങനെ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് ആ മുറിയിൽ പോയി കിടക്കുന്നത് ശരിയാണോ? അത് കേട്ടപ്പോൾ ഹരീഷിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഹരീഷ് ഒന്നും മിണ്ടിയില്ല, അങ്ങ് കിടക്കുവാണ്. ഹരീഷിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. ആ സമയം സുധീഷിനോട് സുഭാഷ് പറഞ്ഞു, കിടന്നുറങ്ങാൻ നോക്കടാ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം സുഭാഷ് പതിവ് പോലെ ജോലികളൊക്കെ തുടരുക. അപ്പം അനുജന്മാരുടെ എല്ലാം ഡ്രസ്സൊക്കെ കഴിയണം. അപ്പം അത് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെക്കുന്ന സമയത്ത് ഹരീഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഹരീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചോദിച്ചു, ആ നീ എഴുന്നേറ്റോ, ഞാൻ ചായ എടുത്തരാന്ന് പറയണം. പക്ഷെ ഹരീഷ് മൈൻഡ് ചെയ്തില്ല. എന്താടാ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ, നീ എന്താ മിണ്ടാത്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞ് സുഭാഷേണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. അതെന്താടാ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഇന്നലെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സുഭാഷേണ് എന്തിനാ അതിനെ തടഞ്ഞേ? സുഭാഷേണ് ഇഷ്ടമില്ലേ? ഹോ, സുഭാഷേണ് നാഴേക്ക് 40 വട്ടം പറയുമല്ലോ തൻ്റെ അനുജന്മാരെ പൊന്നുപോലെ നോക്കുന്ന നാട്ടുകാരെ കൊണ്ട് അത് പറയിപ്പിക്കുമല്ലോ. എന്നിട്ടോ അനുജന് നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നല്ലേ? എടാ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? ഈ പറയുന്നേ ഹരീഷിന് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. അവർ തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ല എന്നുള്ള കാര്യം, അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചല്ലാന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നിധി ഈ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്നുള്ള കാര്യം. പക്ഷേങ്കിൽ ഹരീഷ് ആകെപ്പാടെ ദേഷ്യപ്പെടുവാണ്. സുഭാഷയുടെ ചെയ്ത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? സുഭാഷയുടെ ഒരു ജീവിതം കിട്ടിയിട്ട് മതി സുധീഷിന് ദാമ്പത്യ ജീവിതം പറഞ്ഞ് അവരിയ്ക്കുന്നത്. എന്നാലും സുഭാഷയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് അവർക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹം കാണത്തില്ലേ? ആ ആഗ്രഹത്തെയാണ് സുഭാഷേണ്ണ ഇല്ലാതാക്കുന്നത്. എടാ ഹരീഷേ, നീ എന്തൊക്കെയാടാ പറയണേ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട സുഭാഷേണ്ണ, എല്ലാം മനസ്സിലായി. ഞങ്ങൾ അനുജന്മാരോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരുത്തിനൊരു നല്ല ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പം, ഒരു കല്യാണം കഴിഞ്ഞപ്പം സുഭാഷേണ്ട കല്യാണം കഴിയാത്തതുകൊണ്ട് സുഭാഷേണ്ണ ഒട്ടും അതും കൂടെ സഹിച്ചില്ലല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ സുഭാഷിന് ആ പട വിഷമായി. ഹരീഷ് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. ദൈവമേ, ഇവൻ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാകും തൻ്റെ നിരപരാധിത്വം? ഉള്ള സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലൊരു ഭൂകമ്പം നടക്കുകയും ചെയ്യും. ഒന്നും മേലാത്ത അവസ്ഥയായിപ്പോയി സുഭാഷിന്. സത്യം തുറന്നു പറയാനും പറ്റില്ല, പറഞ്ഞില്ലെങ്കിലോ ഇതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സുഭാഷ് വിഷമത്തോട് കൂടിയിട്ട് തൻ്റെ ജോലി തുടർന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധി പുറത്തേക്ക് വരുമ്പോൾ ഭാസ്കരൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സംസാരിക്കുകയാണ്. ആ സമയത്ത് അവൻ വന്നിട്ട് അയാളുടെ വിഷമങ്ങളൊക്കെ പറയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭാസ്കരേട്ട, ആകെപ്പാടെ പെട്ടിരിക്കുക ഞാൻ. അവളോട് ഞാൻ പറഞ്ഞിട്ട് അവളൊന്നും അനുസരിക്കുന്നില്ല. അവൾ വീട്ടിലേക്ക് പോകണമെന്ന് ഒരേ വാശിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ ഒന്നും വല്ലാന്ന് പറയണം. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, പോകുന്നവന്മാരുടെയൊക്കെ പോകാൻ പറ, എന്നെ കണ്ടുപിടിക്കുക, പോകുന്നതൊക്കെ പോട്ടേന്ന് വെക്കും. എടാ, അവളെ പോലുള്ള ഒരുത്തിനെയൊക്കെ നീ വെച്ചോണ്ടിരിക്കുന്നേക്കാളും ഭേദം അവളെ ഇറക്കി വിടാ. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ജയിലിൽ പോയി കിടക്കുന്ന നല്ലതെന്ന് പറയണം. കുറച്ച് സമാധാനമെങ്കിലും കിട്ടൂലോ. അവളെ ഒന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും നിധിയുടെ മനസ്സിൽ ടെൻഷനായി.
നികേഷ് പറഞ്ഞ കാര്യങ്ങളാണ്. അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയെന്നാ അറിയാൻ കഴിഞ്ഞേ. അതിന്റെ പേരിൽ അമ്മയെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കുറെ കാലം ജയിലിലായിരുന്നൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനായി. നിധി വെപ്രാളത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, എടാ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പോയി കൊല്ലാനൊന്നും അല്ല പറഞ്ഞറിയാലോ. അവള് വീട്ടിൽ പോയി 10 ദിവസം നിൽക്കട്ടെ, അപ്പോഴവള് മര്യാദ പഠിച്ചോളും, അതിനുശേഷം അവള് തിരികെ വരുവാണ് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ തൻ്റെ കൂട്ടുകാരനെ ഉപദേശിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം നിധിയെയും കൂട്ടിക്കൊണ്ട് നികേഷ് കോളേജിലേക്ക് പോവാണ്. അപ്പം നികേഷിന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ കോളേജിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, അല്ല അവളിന്ന് വരുമല്ലോ അല്ലേ? വരും, അവൾക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല, വരുമെന്ന് പറയണം. അങ്ങനെ കോളേജിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു. പിന്നീട് അവരെയൊക്കെ പരിചയപ്പെടുത്തുവാണ്. ഇതിൻ്റെ ഏട്ടത്തിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷ് ഭയങ്കര സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നേ? കാണിക്കണമെന്ന് പറയണം. അപ്പോഴേക്കും ഒരുത്തനും കൂടെ അങ്ങോട്ട് വന്നു, എടാ ഇങ്ങോട്ട് വാടാ, ഇതെൻ്റെ ഏട്ടത്തിയമ്മയാ, ഓർക്കുന്നുണ്ടോ? മനസ്സിലായി, റിസപ്ഷന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നികേഷ് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെ, പകുതി കുട്ടികളും എന്നെ കളിയാക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ പെണ്ണുമായിട്ടില്ല, ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ എന്നോട് സംസാരിക്കാൻ പോലും വരത്തില്ലെന്ന് പറയണം. ആൺപിള്ളേരൊക്കെ ഒരുത്തൻ മറ്റൊരുത്തനോട് പറയും അവനോട് സംസാരിക്കാൻ പോലും കൊള്ളാത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ അകറ്റിയെടുത്തും. അത് കുറച്ച് പേര് മാത്രം എന്നോട് സംസാരിക്കാറുള്ളേ. എടാ ഞാനിപ്പം നീ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ, നീ സ്നേഹിക്കുന്ന പെങ്കുച്ചിനെ കാണിക്കാന്ന് പറഞ്ഞോട്ട്. അതൊക്കെ ശരിയാണോടാ? പിന്നെ ശരിയല്ലാതെ ഇരിക്കുവോ? എടാ നിനക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോന്ന് അറിയത്തില്ലോ. അവൾ നിന്നെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയാണോ? അതെ നിധിയടുത്തി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇവിടെ നിൽക്ക്, അവളെ കാണാൻ വന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവളുടെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ സംസാരിച്ച് വരുവാണ്. എടുത്തി തെങ്ങ് നോക്ക്, ദേ വരുന്നാന്ന് പറയണം. ഏതാ? ആ ലെഫ്റ്റ് സൈഡിലാ. അതെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതെന്ന് പറയണം. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെങ്കൊച്ച് 2-3 ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ച് വരുവാണ്. അങ്ങനെ അവരുടെ അടുത്തൂടെ പാസ് ചെയ്തും കൂടെ പോയിട്ടും മൈൻഡ് ചെയ്തു പോലില്ല നികേഷിനെ. എടാ നീ അല്ലേടാ പറഞ്ഞത് അവൾ നിന്നെ നോക്കി ചിരിക്കൂന്നൊക്കെ? എന്നോട് ചിരിച്ചിട്ടൊന്നുമില്ലോ, കാണാനൊക്കെ അവൾ നല്ല ഭംഗിയാ, വെറുതെ അല്ല നീ വീണേന്നൊക്കെ പറയണം. പക്ഷെ അവൾ അടുത്തെത്താറായി കഴിഞ്ഞപ്പോഴത്തേനും നികേഷിൻ്റെ നെഞ്ചിങ്ങനെ പടപട ഇടിക്കുവാണ്. നികേഷിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി കളിയാക്കുകയും ചെയ്തു. എടാ അവൾക്കില്ലാത്ത ടെൻഷനാണല്ലോ നിനക്കെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവൾ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, എടാ എന്താടാ ഇത്, അവൾ നിന്നെ ഒന്നും മൈൻഡ് ചെയ്തു പോലും ഇല്ലോ, എന്നിട്ടാണോ പറയുന്നത് നിന്നോട് ഭയങ്കര പ്രേമമെന്നൊക്കെ, നിന്നെ നോക്കി ചിരിക്കുമെന്നൊക്കെ പറഞ്ഞേ. അതങ്ങനെയൊക്കെ ആയിരുന്നു നിധിയടുത്തി, പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. നിധി പറഞ്ഞു, ഒരു പക്ഷെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണോ? അതും അറിയത്തില്ല, എന്നാലും അവൾക്ക് നോക്കിയൊന്ന് ചിരിക്കായിരുന്നു. അവൾ നോക്കിയില്ലോന്ന് പറയണം. ആ സമയത്ത് അവൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇത്തിരി അങ്ങ് നടന്നിട്ട് തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴേക്കും നികേഷ് ഇതുകൊണ്ട് ദേ ഏട്ടത്തി നോക്ക്, അവൾ തിരിഞ്ഞു നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന് പറയണം. അപ്പോഴേക്കും നിധി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവളുടെ ചിരിയൊക്കെ അങ്ങോട്ട് മാഞ്ഞു. കണ്ടോന്ന് ചോദിക്കുകയാണ്. എടാ അവൾ നോക്കി, പക്ഷെ ചിരിച്ചില്ലല്ലോ. ആദ്യം ചിരിച്ചായിരുന്നു, പക്ഷേ നിധിയടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിരി പോയതാന്ന് പറയണം. എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ പോയില്ലെന്ന് ചോദിക്കാം. അവൾക്ക് എക്സാം ഉണ്ട്. എടാ അവളെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? അവളെ BA ഇംഗ്ലീഷാ. നീയോ? ഞാനേ BCom ആന്ന് പറയണം. കൊള്ളാം, ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജ് ക്ലാസ്സിനൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഇനിയിപ്പോൾ എന്താ പരിപാടി? എന്ത് പരിപാടി? എനിക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അവൾ എക്സാം എഴുതാൻ പോയി, ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല, നമുക്ക് തിരികെ പോകാമെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, അല്ല ഈ നിനക്ക് ഈ BCom കഴിഞ്ഞിട്ട് പുറത്ത് പോകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. പുറത്ത് പോകാനോ? അതെ പുറത്ത് പോകാനായിട്ട്. ഫോറിൻ കൺട്രീസിലോ? എവിടെ പോകാനാണ് നിനക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. ഫോറിൻ കൺട്രീസിലോ? നിധി അടുത്ത് എന്തൊക്കെയാ പറയണേ? അല്ല നിന്റെ ചേട്ടൻ സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം. BCom കഴിഞ്ഞിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നതാണോ? ആ കൊള്ളാം, സുധീഷ് എന്നല്ലേ പറഞ്ഞേ? എൻ്റെ ഏട്ടത്തി വേറെ പണിയൊന്നുമില്ല. അതെ ഇപ്പം തന്നെ സപ്ലൈ ഒക്കെ ഉണ്ട്, അതൊക്കെ ഏത് കാലത്ത് എഴുതിയെടുക്കുന്നു പോലും എനിക്കറിയില്ല. സപ്ലിയാ? പിന്നല്ലാതെ. നിധിക്ക് അത്ഭുതമായിരുന്നു. എടാ അപ്പം നീ കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്നതല്ലേ? എൻ്റെ സപ്ലി ഇല്ലാത്ത ചെക്കൻ പിള്ളേർ ഇക്കാലത്തുണ്ടോ ഡിഗ്രിക്കൊക്കെ? ഒന്ന് പോ എൻ്റെ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, അപ്പം നിനക്ക് പുറത്തൊന്നും പോയി പഠിക്കണ്ടേ? പിന്നെ പുറത്ത് പോയി പഠിക്കണമെന്ന് പോലും. അതെ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇന്ന് വരെ പുറത്ത് പോയിട്ടില്ല, ആ ലൊക്കാലിറ്റി വിട്ട് പോയിട്ടില്ല, പിന്നെയാണോ പൊൻരാജ്യത്ത് പോയി പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നിധി അപ്പം ചോദിച്ചു, അല്ല നിന്റെ ഏട്ടൻ ഹരീഷിന് എന്ത് ജോലിയാന്ന് ചോദിക്കുകയാണ്. ഹരീഷ് വലിയ കോളേജിലൊക്കെ പഠിച്ചാന്നല്ലേ പറയുന്നേ? ഹരീഷേൻ്റെ ജോലിയെക്കുറിച്ച് സുധീഷേൻ എന്താ പറഞ്ഞേ എന്ന് നികേഷ് ചോദിച്ചു. നിന്റെ ഏട്ടൻ പറഞ്ഞത് അത് പിന്നെ
അതെ, ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണേ. എവിടേക്ക്? ഹരീഷ് ഏട്ടൻ ജോലി ചെയ്യുന്നിടത്തേക്ക്. എടാ, അപ്പം നിനക്ക് എനിക്ക് ക്ലാസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ, നമുക്ക് പോവാം, നമുക്ക് പോയി കാണാലോ, നേരിട്ട് കാണാലോ. സുധീഷ് ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന അറിയത്തില്ല. സുധീഷ് ഏട്ടൻ പറഞ്ഞ കള്ളത്തരമൊക്കെ പൊടിച്ചെടുക്കണ്ടേ. വരാൻ പറഞ്ഞ് നിധിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതേ സമയത്ത് സുധീഷ് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തോമസേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ട്രാവൽ ഏജൻസി ചെന്നു. അപ്പോൾ സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, എന്തടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നാൽ, നിന്നെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടെന്ന് ചോദിച്ചോ. അതെ തോമസേട്ടാ, ഞാൻ പറയുന്നൊന്നും കേൾക്കുക. വേണ്ട വേണ്ട, നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. നിന്നെ വിശ്വസിച്ച് ഞാൻ ഒരിടത്തേക്ക് വിട്ടിട്ട് അവിടുത്തെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി. എൻ്റെ ദൈവം, എന്നെ അവർ കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, തോമസേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക, എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട. ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്ലോ, മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറയണം. അതെ തോമസ് ഏട്ടാ, ഞാൻ പറയുന്നു ഒരു നിമിഷം ഒന്ന് കേൾക്കും, എനിക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി. 5 മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് എന്തോന്നോ ചെയ്തോ, എനിക്ക് ജോലിയൊന്നും തരണ്ടെന്ന് പറയാം. എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ തോമസ് ഏട്ടൻ്റെ മകൻ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനല്ലേ അവന് ബ്ലഡ് കൊടുത്തേ. പിന്നെ ആ ബ്ലഡ് പോരാഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചാൽ കൃത്യസമയത്ത് തന്നെ ബ്ലഡെല്ലാം എത്തിച്ച് അവൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ. അന്ന് തോമസ് ഏട്ടൻ്റെ കയ്യെ പിടിച്ച് വന്ന് പറഞ്ഞ എന്താ, ഹോസ്പിറ്റലിൽ വെച്ച് നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനിന്ന് ഇത്ര പെട്ടെന്ന് ഭേദമാവില്ലായിരുന്നു, ചിലപ്പോൾ ജീവനോടെ പോലും കിട്ടത്തില്ലായിരുന്നൊക്കെയല്ലേ പറഞ്ഞത്. ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം അത് പറഞ്ഞുകൊണ്ട് നീ വന്നേക്കുന്നതാണോ? സെൻറ്റി ആണോ എന്ന് ചോദിച്ചു. സെൻറ്റി ഒന്നും അല്ല തോമസ് ഏട്ടാ, അന്ന് ഞാൻ രക്ഷിച്ചല്ലേ. ഒന്നുമല്ലല്ലോ ഇനി ഒരു അനുജനായിട്ട് കാണാൻ വല്ല തോമസ് ഏട്ടാ, എന്നോട് ഇങ്ങനെയും ചെയ്യരുത്. എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നറിയാവോ? ഓഹോ, അപ്പം അതാണല്ലേ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇവിടെ വേണ്ട, മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക്. അങ്ങനെ പറയരുത് തോമസ് ഏട്ടാ. എടാ, നിന്നെ ഞാൻ വിശ്വസിച്ചൊരു വീട്ടിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ആ രീതി വേണം നിൽക്കാനായിട്ട്. അവിടുത്തെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ നിന്നോട് ആരടാ പറഞ്ഞേ? തോമസ് ഏട്ടാ, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ ശരിക്കും ഡ്രൈവറായിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അവൾക്കാണെങ്കിൽ മറ്റേ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനമാണ്. അത് ഞങ്ങൾ ഓടിപ്പോന്നാ. എന്നെ വിശ്വസിച്ചൊരു പെണ്ണ് എൻ്റെ കൂടെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അല്ല, തോമസ് ഏട്ടൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ. തോമസ് ഏട്ടൻ നാഴേക്ക് 40 വട്ടം പറയുമല്ലോ. എന്നിട്ടോ തോമസ് ഏട്ടൻ ലൈഫ് എങ്ങനെയായി? നല്ല അടിപൊളിയായിട്ടല്ലേ ജീവിക്കണേ. ഇടയ്ക്കിടയ്ക്ക് തോമസ് ഏട്ടൻ എന്നോട് പറഞ്ഞു തരാറില്ലേ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ അനുജൻ എങ്ങനെ ഒരു കാര്യം ചെയ്താൽ തോമസ് ഏട്ടൻ എന്നെ വെറുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷല്ലേ, സുധീഷിനാണെങ്കിൽ വാക്കുകൾക്കൊരു പഞ്ഞമില്ലല്ലോ. ആരെ വീഴിക്കാനും പ്രത്യേക ഒരു മിടുക്കാണ്. സുധീഷ് പറഞ്ഞു, തോമസ് ഏട്ടനെ വിശ്വസിച്ച് തോമസ് ഏട്ടൻ്റെ ഭാര്യ ഇറങ്ങി പോന്നിപ്പം തോമസ് ഏട്ടൻ കൈവിട്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തോളൂ. എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ല. അവൾ എൻ്റെ വീട്ടിലുണ്ട്, അവളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തോമസ് ഏട്ടൻ പറഞ്ഞു, എടാ കാര്യമൊക്കെ കാര്യം തന്നെ, നിനക്ക് ജോലിയൊന്നുമില്ല, നീ പോകാൻ പറയണം. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെ പറയരുതെന്ന് പറയണം. അപ്പോഴേക്കും തോമസ് ഏട്ടൻ പറഞ്ഞു, പോയിട്ട് വാ. പോയിട്ട് വരാം, നാളെ വരാമെന്ന് പറയണം. വേണ്ട, ജോലിക്കൊന്നും വരണ്ട. അങ്ങനെ പറയരുത് തോമസ് ഏട്ടാ, എനിക്ക് അവളെ നന്നായിട്ട് നോക്കണ്ടേ, അവൾക്ക് ചിലവുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അതോടെ തോമസ് ഏട്ടൻ പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ എന്നെ ഭാഗ്യം എന്ന് പറയണം. അതാ പറഞ്ഞത്. എടാ, നീ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? അവളുടെ ചിലവുകളൊക്കെ നോക്കണ്ടേ. അവൾക്ക് വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവൾക്ക് ഇനി എവിടെയും ജോലിക്കാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുവരെ ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്നോടം വരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് തോമസ് ഏട്ടാന്ന് പറയണം. ഒടുവിൽ തോമസ് ഏട്ടൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ 8 മണിക്ക് ഞാൻ വന്ന് കാർ എടുക്കുമെന്നും പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും തോമസ് ഏട്ടൻ മനസ്സിൽ വിചാരിച്ചു, ഇവൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയണം. കാരണം കുറേ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന, ഇന്ന് വരെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല. സുധീഷ് പറഞ്ഞു, ഇനി എന്താണ് ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് വേറെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകാനും പോകുന്നില്ല. അതുകൊണ്ട് തോമസ് ഏട്ടനെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധീഷ് അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് നികേഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വരുവാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, ഇതെന്താടാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെ വരേണ്ട കാര്യമുണ്ടെന്ന് പറയണേ. എന്താ ഇവിടെ? അപ്പോഴേക്കാണ് ഹരീഷ് ഒരു ബൈക്ക് നന്നാക്കിയിട്ട് അത് ഓടിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് വരുന്നത്. ഹരീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി അത്ഭുതത്തോടെ നോക്കുകയാണ്. ദേഹം മുഴുവനും കരിയോയിലും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത്ഭുതത്തോട് കൂട്ടിയിട്ട് നിധി നോക്കി. കാരണം സുധീഷ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വലിയ മെക്കാനിക്കൽ ഷോപ്പിൻ്റെ ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ്ട് ഇവിടെ കടയിൽ പണിയുന്ന ജോലിയാണ്. അങ്ങനെ നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിന് പെട്ടെന്ന് ഒരു ടെൻഷനായി. വരുമെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയം ഹരീഷ് വന്നിട്ട് ചോദിച്ചു, അല്ല എന്നാ നിധി അടുത്ത് ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. വെറുതെ ഇതിലൂടെ പോയപ്പോൾ ഒന്ന് വന്നാന്ന് പറയണം. അപ്പോഴേക്കും ചന്തുവിനോട് ചോദിച്ചു, എടാ
നീ എന്താടോ ചെയർ പോലും എടുത്തിട്ട് കൊടുക്കായിരുന്നെന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ ഹരീഷ് പോയി ഒരു ചെയറൊക്കെ തൂത്തുടച്ച് കൊണ്ട് ഇട്ട് കൊടുക്കുവാണ്. ഇരിക്കും നിധിയടുത്തേന്ന് പറഞ്ഞു. അത് സാരമില്ല, ഞാൻ നിന്നോളാന്ന് പറയണം. അതെ എടുത്ത് ഇവിടെ ഇരിക്കാൻ പറയണം. പിന്നീട് നികേഷിനോട് ചോദിച്ചു, വരുന്ന കാര്യം നിനക്കൊന്ന് പറയാൻ മേലായിരുന്നോ? പറഞ്ഞിട്ടിപ്പോൾ എന്താവാനാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്തുവിനോട് ഹരീഷ് പറഞ്ഞു, എടാ നീ പോയി ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകാന്ന് പറയാം. നിധി പറഞ്ഞു, വേണ്ട ഹരീഷ് എന്ന് പറയാം. അത് പറ്റിയിട്ടാ, വേണമെന്ന് പറയണം. പൈസ എടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വീറ്റ്സ് എന്തെങ്കിലും കൂടെ വാങ്ങിച്ചോളാൻ പറയണം. സ്വീറ്റ്സ് ഒന്നും വേണ്ട, അതൊന്നും പറ്റില്ല എന്ന് പറയണം. അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ചന്തു പോയി. ആ സമയത്ത് നിധി അവിടെ മൊത്തം നോക്കണം. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതെ ഇവിടെ ഞാനേ ജോലിക്കാരനാ, ഇതിൻ്റെ സ്വന്തം കടയൊന്നും അല്ല എടുത്തിന്ന് പറയണം. ഹരീഷ് കള്ളത്തരമൊന്നും പറയത്തില്ല. നോണ പറയേണ്ട കാര്യം അവനില്ലല്ലോ, ഉള്ള സത്യാവസ്ഥകളൊക്കെ പറയണം. അപ്പോഴേക്കും നിധി അതൊക്കെ കേട്ടൊരു അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ വരാട്ടോ. അപ്പം കാണുന്നവർ സ്ഥിരമായിട്ട് കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ഒന്നും ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം ശരിക്കും ഒറിജിനൽ കഥ ആയതുകൊണ്ട് പിന്നെ വേറെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.